ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ലേക്ക് അല്ലേ, അവിടേക്ക്, ഇവിടേക്ക്, അല്ലെങ്കിൽ സ്കൂളിലേക്ക്, കോളേജിലേക്ക്, വീട്ടിലേക്ക്, ഇങ്ങനെ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്ക് ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യാറുള്ളത്? നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് ടു സ്കൂൾ അല്ലെങ്കിൽ ടു ഓഫീസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഇത് ഉപയോഗിക്കാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ആവശ്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. നമ്മൾ ലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ടു ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടുവിനെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ടുവിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ലേക്ക് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സ്കൂളിലേക്ക് എന്ന് പറയുമ്പോൾ ടു സ്കൂൾ, ടു സ്കൂൾ അല്ലേ, ടു സ്കൂൾ. അതുപോലെ തന്നെ ഓഫീസിലേക്ക് എന്ന് പറയുമ്പോൾ ടു ഓഫീസ്, ടു ഓഫീസ്. ഓക്കെ. എന്നാല് വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ടു ഹോം അല്ലെങ്കിൽ ടു ഹൗസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹോം എന്ന് പറയുന്നത് ഒരു അഡ്വേർബ് ആണ്. ഓക്കെ. അപ്പൊ ടു ഹോം അല്ലെങ്കിൽ ടു ഹൗസ് എന്ന് നമ്മൾ പറയാറില്ല. അപ്പം ഇപ്പോ വീട്ടിലേക്ക് പോകൂ എന്ന് പറയുമ്പോൾ ഗോ ഹോം, ഇത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ ടു ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എപ്പോ ഹോം നൗൺ ആയി വരികയാണെങ്കിൽ, അഡ്വർബ് ആണെങ്കിൽ നമ്മളിപ്പം ഗോ ഹോം, അവൻ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്ന സമയത്ത് അവിടെ വേറൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും ഹോമിന്റെ തൊട്ട് മുമ്പേ നമ്മളൊരു പ്രിപ്പോസിഷൻ ആഡ് ചെയ്യാറില്ല. അപ്പൊ ഇത് പറഞ്ഞിട്ട് നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാട്ടോ. അപ്പോ നമ്മള് ഹോം ഒരു നൗൺ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പ്രിപ്പോസിഷൻ ആഡ് ചെയ്യാം. അതെങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു സെന്റൻസ് പറയാണ്, അവൻ അവന്റെ വീട്ടിലേക്ക് വന്നു, അവൻ അവന്റെ വീട്ടിലേക്ക് വന്നു എന്നൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ അവൻ വന്നു, ഹി കെയിം എന്നാണ് അല്ലെ. ഹി കെയിം, അവൻ വന്നു എന്നാണ്. ഹി കെയിം ടു ഹിസ് ഹോം അല്ലെ. ഹി കെയിം ടു ഹിസ് ഹോം. അവിടെ ടു ഹിസ് ഹോം, അതായത് ഹിസ് എന്ന് പറയുന്ന നൗൺ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോ he came to his home. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ടു യൂസ് ചെയ്ത് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയാണ്, അവർ അവരുടെ വീട്ടിലേക്ക് പോയി, അവർ അവരുടെ വീട്ടിലേക്ക് പോയി. ഇവിടെയും നമ്മുടെ ഹോം എന്താണ്? ഒരു നൗൺ ആണ്. they went to their home, they went to their home. അവർ അവരുടെ വീട്ടിലേക്ക് പോയി. ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിലും നമ്മളെ ഹോം എന്തായി മാറി? നൗൺ ആയി മാറി. അവിടെയും നമുക്ക് എന്ത് പറയാം? ടുവിനെ ആഡ് ചെയ്യാം. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളിപ്പം he went to home എന്ന് പറയരുത്. he went to his home. ഓക്കെ. ഇനി എന്റെ വീട്ടിലേക്ക് പോകൂ, ഇപ്പം go to my home എന്ന് വേണം പറയാൻ. go to my home, അല്ലാതെ go to home എന്ന് പറയുന്നത്. എന്റെ വീട്ടിലേക്ക് പോകൂ എന്ന് നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ go to home എന്ന് ഡയറക്റ്റ് ആയി പറയാതെ go to my home എന്ന് പറയണം കേട്ടോ. അപ്പൊ ഈ ഹോമിന്റെ സിറ്റുവേഷനിൽ മാത്രമേ നമ്മള് പ്രിപ്പോസിഷന് ഈ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഇനി നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. അവൻ സ്കൂളിലേക്ക് പോവുകയാണ് അല്ലെ, അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. he is going to school. അവിടെ നമ്മൾ to school എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടിയോട് പറയാണ്, ബാഗ് സ്കൂളിലേക്ക് കൊണ്ടുപോ, ബാഗ് സ്കൂളിലേക്ക് കൊണ്ടുപോ. ഇവിടെ സ്കൂളിലേക്ക് എന്ന് പറയുന്നുണ്ട്, കൊണ്ടുപോ എന്നാണ്. ടേക്ക് ദ ബാഗ് ടു സ്കൂൾ, ടേക്ക് ദ ബാഗ് ടു സ്കൂൾ. ബാഗ് സ്കൂളിലേക്ക് കൊണ്ടുപോ. ഓക്കെ. അവൾ ഓഫീസിലേക്ക് പോയി. ഇവിടെ പറയുന്നത് ഓഫീസാണ്. അവൾ പോയി. She went to the office. She went to the office. അവൾ ഓഫീസിലേക്ക് പോയി. ഇനി ഓഫീസിലേക്ക് പോകൂ നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ go to the office, go to the office. ഓഫീസിലേക്ക് പോകൂ. ഓക്കെ. വീട്ടിലേക്ക് പോകൂ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞത് പോലെ തന്നെ go home എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്റെ വീട്ടിലേക്ക് പോകൂ എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് വീട് എന്തായി മാറി? നൗണായി മാറി. go to my home, go to my home. അവിടെ നമുക്ക് ടു എന്ന് ആഡ് ചെയ്ത് മൈനെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഹോം പറയാം കേട്ടോ. ഓക്കെ. അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ. ഇവിടെ നോക്കൂ, അകത്തേക്ക്, ഇത്തേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ ടു അല്ലെങ്കിൽ ഇൻസൈഡ് എന്ന് യൂസ് ചെയ്യാം. അകത്തേക്ക് വരൂ, കം ഇൻസൈഡ് അല്ലെങ്കിൽ കം ഇൻ ടു എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും യൂസ്ഫുൾ ആയത് കം ഇൻസൈഡ്, അകത്തേക്ക് വരൂ. ഓക്കെ. അകത്തേക്ക് പോകൂ എന്നാണെങ്കിൽ ഗോ ഇൻസൈഡ്. ഓക്കെ. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളത്
സ്കൂളിലേക്ക് ടു സ്കൂൾ, ഓഫീസിലേക്ക് ടു ദ ഓഫീസ്. ഓക്കെ, അവിടെ നമ്മൾ ഒരു ആർട്ടിക്കിൾസ് വേർഡ് അവിടെ യൂസ് ചെയ്തു, ദ എന്നുള്ള അല്ലെ, ടു ദ ഓഫീസ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ വീട്ടിലേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഹോം എന്ന് മാത്രം, നമ്മുടെ സബ്ജക്റ്റ് പറഞ്ഞു ഹോം എന്ന് പറയാം. ഓക്കെ, ഇനി അകത്തേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇൻസൈഡ് അല്ലെങ്കിൽ ഇൻ ടു എന്നൊക്കെ ആഡ് ചെയ്യാം. ഹോസ്പിറ്റലിലേക്ക് വരൂ, നമ്മൾ ഒരാളോട് പറയാൻ നീ ഹോസ്പിറ്റലിലേക്ക് വരൂ എന്ന് പറയുകയാണെങ്കിൽ കം ടു ദ ഹോസ്പിറ്റൽ, കം ടു ദ ഹോസ്പിറ്റൽ അല്ലേ. അവർ മാർക്കറ്റിലേക്ക് പോവുകയാണ്, ദേ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്, ദേ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്, ദേ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്, അവർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി നമ്മളെ ടൂവിന്റെ വേറൊരു മീനിങ് ആണ് നോട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടീച്ചറോട് സംസാരിക്കൂ, ലേക്ക് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോട് എന്ന് പറയുമ്പോൾ ടീച്ചറോട് സംസാരിക്കൂ, ടോക്ക് ടു ദ ടീച്ചർ, ടോക്ക് ടു ദ ടീച്ചർ അല്ലെ, ടീച്ചറോട് സംസാരിക്കൂ. ഇത് അവന് കൊടുക്കൂ, ഇത് അവന് കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഈ അവന് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ നോട്, ലേക്ക് ഇങ്ങനെ പല മീനിങ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടൂവിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് അവന് കൊടുക്കൂ, ഗിവ് ദിസ് ടു ഹിം, ഗിവ് ദിസ് ടു ഹിം, ഇത് അവന് കൊടുക്കൂ. ഓക്കെ, ഇനി മുറിയിലേക്ക് പോകൂ, അതായത് റൂമിലേക്ക് പോകൂ, ഗോ ടു ദ റൂം, ഗോ ടു ദ റൂം. ഇപ്പൊ സ്കൂളിൽ ഒരു കുട്ടിയോട് പറയാം നിന്റെ ക്ലാസ്സിലേക്ക് പോകൂ എന്ന് പറയുകയാണെങ്കിലോ നിന്റെ ക്ലാസ്സിലേക്ക് പോകൂ, ഗോ ടു യുവർ ക്ലാസ്, ഗോ ടു യുവർ ക്ലാസ്, നീ നിന്റെ ക്ലാസ്സിലേക്ക് പോകും. എന്റെ അടുത്തേക്ക് ഇരിക്കൂ, എന്റെ അടുത്തേക്ക് ഇരിക്കൂ എന്ന് പറയാറുണ്ടല്ലോ, സിറ്റ് നെക്സ്റ്റ് ടു മീ, സിറ്റ് നെക്സ്റ്റ് ടു മീ, എന്റെ അടുത്തേക്ക് ഇരിക്കൂ. പുസ്തകം അവൾക്ക് കൊടുക്കൂ, നമ്മൾ പറയാറുണ്ട് പുസ്തകം അവൾക്ക് കൊടുക്കൂ, ഇവിടെ അവൾക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ടു ഹർ എന്ന് ആഡ് ചെയ്യും. ഗിവ് ദ ബുക്ക് ടു ഹർ, ഗിവ് ദ ബുക്ക് ടു ഹർ അല്ലെ, ടു ഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക്, അങ്ങനെയും നമ്മൾ ടു യൂസ് ചെയ്യാറുണ്ട്. റോഡിലേക്ക് പോകരുത്, റോഡിലേക്ക് പോകരുത്, ഇങ്ങനെ പറയാ അരുതെന്ന് പറയാൻ വേണ്ടിട്ട് ഡോണ്ട് ആണ്, ഡോണ്ട് ഗോ ടു ദ റോഡ്, ഡോണ്ട് ഗോ ടു ദ റോഡ് അല്ലെ. മുന്നിലേക്ക് വരൂ, മുന്നിലേക്ക് വരൂ, കം ടു ദ ഫ്രണ്ട്, കം ടു ദ ഫ്രണ്ട്, മുന്നിലേക്ക് വരൂ. ഓക്കെ, സിമ്പിൾ ആണ് അല്ലെ. നാളെ ഹോസ്പിറ്റലിലേക്ക് വരൂ, നാളെ ഹോസ്പിറ്റലിലേക്ക് വരൂ, കം ടു ദ ഹോസ്പിറ്റൽ ടുമോറോ, കം ടു ദ ഹോസ്പിറ്റൽ ടുമോറോ. ഇനി നമ്മൾ പറയാറ് ഒ പിയിലേക്ക് പോകും അല്ലെങ്കിൽ ഒ പി ടിയിലേക്ക് പോകൂ, ഒ പിയിലേക്ക് പോകൂ എന്ന് പറയാം അല്ലെ, കാണിക്കാൻ ഡോക്ടേഴ്സ് ഇരിക്കുന്ന അവിടേക്ക് ഒ പി എന്ന് പറയും. ഒ പിയിലേക്ക് പോകൂ എന്ന് പറയുകയാണെങ്കിൽ ഗോ ടു ദ ഒ പി, ഗോ ടു ദ ഒ പി, ഡി എന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എപ്പോഴും ഒ പി എന്നാ പറയാറല്ലേ. അപ്പൊ ഗോ ടു ദ ഒ പി. ഓക്കെ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സെന്റൻസ് ആണ്. രോഗിയെ വാർഡിലേക്ക് കൊണ്ടുപോ, രോഗിയെ വാർഡിലേക്ക് കൊണ്ടുപോ. എങ്ങനെ പറയാ? ടേക്ക് ദ പേഷ്യന്റ് ടു ദ വാർഡ്, ടേക്ക് ദ പേഷ്യന്റ് ടു ദ വാർഡ്. ഓക്കെ, അവനെ ലാബിലേക്ക് അയക്കൂ അല്ലെ, എന്തോ ടെസ്റ്റ് ചെയ്യാണ്ട്. അപ്പൊ പറയണം അവനെ ലാബിലേക്ക് അയക്കൂ. സെൻഡ് ഹിം ടു ദ ലാബ്, സെൻഡ് ഹിം ടു ദ ലാബ്. ഓക്കെ, ഫാർമസിയിലേക്ക് പോകൂ അല്ലെ, മരുന്ന് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഫാർമസിയിലേക്ക് പോകണം. എങ്ങനെ പറയാ? ഗോ ടു ദ ഫാർമസി, ഗോ ടു ദ ഫാർമസി. ഓക്കെ, ഈ റിപ്പോർട്ട് ഡോക്ടർക്ക് കൊടുക്കൂ, ഡോക്ടർക്ക് കൊടുക്കൂ. അവിടെയും നമ്മൾ ടു ആഡ് ചെയ്യണം. ഈ റിപ്പോർട്ട് ഡോക്ടർക്ക് കൊടുക്കൂ. ഗിവ് ദിസ് റിപ്പോർട്ട് ടു ദ ഡോക്ടർ അല്ലെ, ടു ദ ഡോക്ടർ. ഗിവ് ദിസ് റിപ്പോർട്ട് ടു ദ ഡോക്ടർ. ഈ റിപ്പോർട്ട് ഡോക്ടർക്ക് കൊടുക്കൂ. അവിടെ ക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ദ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുട്ടിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ, കുട്ടിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഇവിടെ അടുത്തേക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ടു ആഡ് ചെയ്യേണ്ടത്. കുട്ടിയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോ കാണാത്തവർ നിർബന്ധമായിട്ടും കാണണം. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു കുഞ്ഞു സെന്റൻസ് നമുക്ക് പറയാം, എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. ഒരുപാട് പേര് കാണാത്തവരുണ്ട്, കാരണം കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോക്ക് അത്ര വലിയ ആള് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ടു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ടുവിന്റെ മെയിൻ മീനിങ് എന്ന് പറയുന്നത് ലേക്ക് എന്നാണ്. അതുപോലെ ക്ക്, നേ, അതുപോലെ അടുത്തേക്ക്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഇംഗ്ലീഷില് ടുവിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ടുവിന്റെ
പ്രധാനപ്പെട്ട യൂസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക, പഠിക്കുക, അതുപോലെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.